NSS SNDP പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെ രമേശ് ചെന്നിത്തല ഇന്ന് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കും. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ സ്ഥാപനമാണ് ജാമിയ നൂരിയ. MK മുനീർ അധ്യക്ഷനായ ഗരീബ് നവാസ് എന്ന സെഷനിലാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുക. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഗുഡ് മോർണിംഗ് വിപിൻ സി വിജയൻ, പറയൂ, യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല കുറച്ചുകൂടി രാഷ്ട്രീയ പ്രസക്തി നേടാനുള്ള തീവ്രമായ ശ്രമത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്നിപ്പോൾ ഈ സമസ്തയുടെ സ്ഥാപനങ്ങളിലേക്ക് ലീഗിന്റെ പരോക്ഷ പിന്തുണ, ഇതൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ ഗുണം നൽകുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ജാമിയ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനത്തിലേക്കാണ് രമേശ് ചെന്നിത്തല എത്തുന്നത്. വൈകിട്ട് 6:30 ഗരീബ് നവാസ് എന്ന സെക്ഷൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അത് MK മുനീറാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഉള്ളത്. അപ്പോൾ ലീഗിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ തന്നെയാണ് ഈ ജാമിയയുടെയും പ്രസിഡന്റ്. ഒപ്പം തന്നെ ഈ ലീഗിന്റെ ഒരു പരോക്ഷ പിന്തുണയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ VD സതീശനായിരുന്നു. അപ്പോൾ VD സതീശൻ ഇപ്രാവശ്യം ഇടം പിടിച്ചിട്ടില്ല. ഒപ്പം തന്നെ SKSSFന്റെ ജില്ലാ കമ്മിറ്റി കീഴിലുള്ള ജാമിയ ഇസ്ലാമിയയുടെ ഉദ്ഘാടനവും രമേശ് ചെന്നിത്തലയാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അത് ഈ മാസം 11-ാം തീയതി നടക്കും. അപ്പോൾ ഇത്തരത്തിൽ മലബാറിൽ നിന്നുള്ള ഒരു പിന്തുണ വലിയ രീതിയിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലെ തന്നെ NSSന്റെയും SNDPന്റെയും പിന്തുണയ്ക്ക് പുറകെ ഇപ്പോൾ ജാമിയ നൂരിയയിലേക്ക് കൂടി രമേശ് ചെന്നിത്തല എത്തുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. SKN. താങ്ക് യു വിൻ സി വിജയൻ.